മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെ തന്നെ അടി തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഇവർക്ക് 5 ദിവസമായി പൂക്കളം ഇടാൻ വേണ്ടി പൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അങ്ങനെ ഉത്രാടത്തിൻ്റെ അത്തപ്പൂക്കളത്തിന് വേണ്ടിയുള്ള പൂക്കൾ കൊടുത്തു. നമ്മുടെ അനീഷും അക്ബറും എല്ലാം പോയി സ്റ്റോർ റൂമിൽ നിന്ന് ആ പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് അനീഷ് ഓൾറെഡി ഗാർഡൻ ഏരിയയിലെത്തി പൂക്കളത്തിനുള്ള ഡിസൈനൊക്കെ വരച്ച് പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അനീഷ്. ആ സമയത്ത് നമ്മുടെ ആര്യൻ, അപ്പാനി, അക്ബർ, ലക്ഷ്മി, പ്രവീൺ, റെന, ബിന്നി ഇവരെല്ലാം ഇരുന്ന് പൂക്കളും സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അപ്പാനി ശ്രദ്ധിക്കുന്നത് അനീഷ് ചെരുപ്പിട്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പാനി അനീഷിനോട് പറയുന്നു, എടാ അനീഷേ, ചെരുപ്പ് ഊരിയിട്ടിട്ട് ചെയ്, നമ്മളൊരു ബഹുമാനത്തോടു കൂടി ചെയ്യേണ്ടതാണ്. പൂക്കളം ഇടുമ്പോൾ ചെരുപ്പിടാൻ പാടില്ലേ എന്ന് നിനക്കറിയില്ലേ? നീ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ആര്യനോട് പറഞ്ഞത് പൂക്കളം ഇടുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല എന്നൊക്കെ. അനീഷിനെ തെറ്റു മനസ്സിലായി. പിന്നീട് ചെരുപ്പ് ഊരിയിട്ട് തന്നെയാണ് അവിടെ നിന്നത്. പക്ഷേ അനീഷ് തെറ്റ് ചെയ്തെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് അനീഷിന് വരുന്നില്ല. അനീഷ് പിന്നെ നമ്മുടെ അപ്പാനിയോട് ഫൈറ്റ് ആവുന്നു. ആ ഫൈറ്റ് പിന്നെ അക്ബർ കയറി പിടിക്കുന്നു, ആര്യൻ കയറി പിടിക്കുന്നു. മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം പൂക്കളം ഇടാനെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് പൂക്കളം ഇട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യനൊക്കെ ചൂടാകുന്നു. തിരിച്ച് അനീഷും നല്ല രീതിയിൽ തന്നെ ചൂടാകുന്നുണ്ട്. അനീഷിന് വ്യക്തമായി മനസ്സിലായി അനീഷ് ചെയ്തത് തെറ്റാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അനീഷ് ചെരുപ്പ് ഊരിയിട്ട് പിന്നെ വന്നതും. എങ്കിലും മനസ്സുകൊണ്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. താനൊരു തെറ്റ് ചെയ്തു, അത് അംഗീകരിക്കാനുള്ള മനസ്സ് പണ്ടത്തെ പോലെ തന്നെ അനീഷിന് ഇപ്പോഴുമില്ല. അത് വേറൊരാൾ ചൂണ്ടിയും കൂടി കാണിച്ചപ്പോൾ അനീഷിന് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ദേഷ്യമാണ് അനീഷ് മറ്റുള്ളവരോട് തീർക്കുന്നത്. പിന്നീട് ആ ഫൈറ്റ് നമ്മുടെ ഷാനവാസൊക്കെ വന്ന് കയറി പിടിക്കുന്നു. ലാസ്റ്റ് ഒരു നല്ല ദിവസമല്ലേ എന്ന് പറഞ്ഞ് ജിഷിൻ പോട്ടടാ വിട്ടുകളാന്നൊക്കെ പറഞ്ഞ് അനീഷിനെ പൂക്കളം ഇടാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഇനി എല്ലാവരും മാപ്പ് പറയാതെ ഞാൻ പൂക്കളം ഇടില്ല എന്ന് പറഞ്ഞ് അവിടെ ഒറ്റ ഇരിപ്പാണ്. പൂക്കളം ഇടാൻ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ പൂക്കളം ഇടുന്നതിൽ മുൻപന്തിയിലുള്ളൊരു വ്യക്തിയാണ് അനീഷ്. ആ ഒരു വ്യക്തി ഇന്ന് വാശിയുടെ പുറത്ത് ഒരു പൂവ് പോലും ഇടാൻ അനീഷ് എത്തിയില്ല. പലരും മാറി മാറി വിളിച്ചെങ്കിലും ഇല്ല, ഞാൻ വരില്ല, ഞാൻ പൂക്കളം ഇടില്ല എന്ന് പറഞ്ഞ് തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് പൂക്കളം എല്ലാം ഇട്ടതിന് ശേഷം ഫോട്ടോ എടുക്കാനും എല്ലാവരും വിളിക്കുന്നുണ്ട്. ആ സമയത്തും അനീഷ് വരാതെ ആ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കുകയാണ്. കാര്യം പറഞ്ഞാൽ പുള്ളി ഒരു നല്ല ഗെയിമറൊക്കെയാണ്, മൈൻഡ് ഗെയിമറാണ്, നല്ലൊരു പേഴ്സണൊക്കെയാണ്. പക്ഷേ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നമ്മുടെ അനീഷിനുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ കുറച്ച് പാടാണ്. ചിലപ്പോൾ കുറച്ച് സമയമെടുത്ത് അംഗീകരിച്ചേക്കാം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വാശിയും കൂടിയുണ്ട്. എന്തായാലും രാവിലെ തന്നെ നമ്മുടെ അനീഷുമായിട്ടുള്ള ഒരു അടിയിലാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം. ലൈവ് അപ്ഡേറ്റ്സുകൾ ആദ്യം അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.